പേരെന്താ? അബൂബക്കർ. അപ്പൊ തിന്നേരയിൽ ഒരുപാട് നാളായോ? ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ താമസം. വേറെ ദ്വീപിലേക്കൊന്നും പോവാറില്ലേ? പോകും, ആവശ്യം വരുമ്പോൾ പോകും. ഈ ദ്വീപിൽ ഇപ്പൊ വേറെ താമസക്കാരുണ്ട് മലയാളികളായിട്ട്? കുറച്ചങ്ങോട്ട് 4 കുടുംബമുണ്ട്. 4 കുടുംബമുണ്ട്. 19 വയസ്സ് തൊട്ട് ഞാൻ വരിക, 71 വയസ്സായി. ഇതാണ് ദ്വീപുണ്ട് അല്ലേ? സംഗതി കൊള്ളാം, പൊളി. ഞങ്ങൾ ഹജ്ജിന് പോകുന്നവർ കൊണ്ടുവന്ന കൂടുതൽ ഇതാണ്. ഒരു സഞ്ചിയിലായ അവർ ബാഗിൽ കഴിച്ചലുണ്ടാവും. എവിടെ പോകുമ്പോഴും വിശപ്പ് വരുമ്പോൾ ഒരു 4 എണ്ണം കഴിക്കും, ഒരു കുപ്പി വെള്ളം കുടിക്കും, പിന്നെ ഭക്ഷണം വേണമെന്നില്ല. അപ്പം അത്രയും 3-4 മാസം കൂടിയാണ് അവർ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഒന്നും ഇത് കേട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 4 മാസത്തേക്ക്. വികസനങ്ങൾ അങ്ങനെ എത്തിച്ചേർന്നിട്ടില്ലാത്ത ദ്വീപിൽ ആദ്യ കാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്ന ദ്വീപിൽ ഇങ്ങനെയായിരുന്നു. റോഡ് ടാർ ചെയ്യാത്ത വഴികളൊക്കെ ഇതുപോലെയായിരുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അഗത്തിയുടെ തൊട്ടടുത്തുള്ള അധികം ആളുകൾ താമസിക്കാത്ത, കുടുംബങ്ങളും താമസിക്കാത്ത തിന്നക്കര എന്ന് പറയുന്ന ഐലൻഡിലെ ഒരു നടപ്പാതയും അതിനോട് ചേർന്നിട്ടുള്ള പഴയകാല ദ്വീപ് നിവാസികളെ ഓർമ്മിപ്പിക്കുന്ന കുടിലുകളുമാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയുള്ള, കാണാൻ നല്ല രസമുള്ള, നല്ല നല്ല വഴികളുള്ള ഒരു ഏരിയ. എങ്ങനെയുണ്ട് വഴികളൊക്കെ? കിട്ടുള്ളൂ.